പക്ഷെ ഒരു അഭിഭാഷകനെ പോലും അകത്ത് പ്രവേശിപ്പിക്കാതെ ഈ സെർച്ച് രാഷ്ട്രീയ പ്രേരിതമായി തുടരുകയാണ് ഉണ്ടായത്. ഇത് മല എലിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞതുപോലെ റെയ്ഡ് കഴിഞ്ഞ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് അവർ പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനകത്തുണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിലൊരു രാഷ്ട്രീയ നാടകമാണെന്ന് തെളിയിക്കുന്ന ഒന്നായിരുന്നു ഈ സെർച്ച്. ആ സെർച്ചിന് ശേഷം രേഖാമൂലം അവർക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തത് ഒന്നും തന്നെ ലഭിച്ചില്ല എന്ന് പറഞ്ഞ് പോവുകയാണ് ഉണ്ടായത്. പക്ഷെ അതിനകത്ത് ഉണ്ടായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനം അവിടെ കിടക്കുന്നുണ്ട്. അതിനെതിരെ നിയമപരമായി പോകാൻ സാധിക്കുമെന്നുള്ളത് പരിശോധിച്ച് വേണ്ടത് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത്. ഇപ്പോൾ എന്താണ് ഇതിൽ അത് സീസർ മാസ്റ്ററാണ്. ഇതിനകത്ത് ഒന്നും സീസ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൃത്യമായി രേഖാമൂലം എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. വീട്ടിലെല്ലായിടവും പരിശോധിച്ചു. യഥാർത്ഥത്തിൽ ഒരു ടോർച്ചറിങ് പോലെയാണ് ഈ വീടിനകത്തുള്ള ആളുകളോട് അവർ പെരുമാറിയിട്ടുള്ളത്. ഒരു കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ്. ഒരു ഉയർന്ന പോലീസ് ഓഫീസർ, റിട്ടയർ ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ മാതാവ് വാർദ്ധക്യ സഹജമായ അസുഖമുള്ള ആളുകളാണ്. അതേപോലെ 2 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾക്ക് പോലും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യാവകാശ സപ്പോർട്ട് കിട്ടുന്ന ഒന്നും തന്നെ EDയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പോലീസ് അതിന് ശക്തമായ കാവൽ നിൽക്കുകയാണ് ഉണ്ടായത്. ഒരാൾക്ക് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോലും അകത്തേക്ക് പ്രവേശിപ്പിക്കാതെയാണ് ഇത്രയും സമയം ഇവിടെ സെർച്ച് നടത്തിക്കൊണ്ടിരുന്നത്. ചോദ്യം ചെയ്യുകയല്ല, യഥാർത്ഥത്തിൽ ഒരു സെർച്ച് നാടകമാണ് ഇവിടെ നടന്നത്. അവരെ ശരിക്ക് ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ അവരെ ലോക്ക് ചെയ്ത് അവരെ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കുന്ന പുറത്തൊരു ട്രെൻഡ് ഉണ്ടാക്കുക, ഇത് വലിയ എന്തോ സംഭവിക്കുന്നുണ്ടെന്നുള്ളൊരു ട്രെൻഡ് സൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവസാനം ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. യെസ്, വളരെ മോശമായ അവസ്ഥയിലാണ്. കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഇതിനകത്ത് പ്രകടമാണ്. അവർക്കാണ് എഴുതി ഒപ്പിട്ട് കൊടുത്തത്. അവരുടെ ഒപ്പ് വാങ്ങിയിട്ടുണ്ട്. ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്ത് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. വരുന്ന നടപടികളെ കുറിച്ച് എന്തെങ്കിലും അതിപ്പോൾ പറയാൻ വേണ്ടി സാധിക്കില്ല. അത് അവരല്ലേ തീരുമാനിക്കുന്നത്. ഏതായാലും മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകുന്നത് ആലോചിക്കും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം ഡോക്ടർ ഉന്മേഷ്, അത് നേരത്തെ പിണറായിയിലെ വസതിയിൽ നിന്ന് സീഷർ മഹസർ കൊടുത്തതുപോലെ തന്നെ ഒന്നും കിട്ടിയില്ല എന്ന് എഴുതിയ ഒരു മഹസറാണ് ഇവിടെയും പുറത്തു വന്നിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ മാത്രമല്ല, വളരെ ഗൗരവം. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് PA മുഹമ്മദ് റിയാസിന്റെ അഭിഭാഷകനാണ്. കോട്ടുളിയിലെ മുഹമ്മദ് റിയാസിന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വൃദ്ധരായ മാതാപിതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ പിതാവ്. മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ട് എന്ന ഗുരുതരമായ ഒരു ആരോപണം കൂടി ഇവിടെ ഈ അഭിഭാഷകൻ ഉന്നയിക്കുന്നുണ്ട്. അവരെ പീഡിപ്പിക്കും വിധമായിരുന്നു, അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന തരത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിച്ചത്. ആരെയും അകത്ത് കടത്താതെ എന്തോ വലിയ സംഭവമുണ്ടെന്ന പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ ഒരു നാടകമാണ് ഇന്ന് അരങ്ങേറിയത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. PA മുഹമ്മദ് റിയാസിന്റെ അഭിഭാഷകൻ ഇക്കാര്യത്തിൽ മനുഷ്യാവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി നിയമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു. ഏതായാലും ED ഉദ്യോഗസ്ഥരെ കൂകി വിളിച്ചുകൊണ്ടാണ് CPM പ്രവർത്തകർ യാത്രയാക്കുന്നത്. അവിടെ ശക്തമായ പ്രതിഷേധമുയർന്ന ഇടം കൂടിയാണ്. ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ പ്രവർത്തകർ കൂകി വിളിക്കുന്നത് നമ്മൾ കണ്ടു. ഇനി ഏറ്റവും നിർണായകമായ 2 വിവരങ്ങൾ. ഒന്ന്, പിണറായി വിജയന്റെ വസതിയിൽ നടത്തിയ റെയ്ഡിന് ശേഷം പോകുമ്പോൾ ഒരു സീഷർ മഹസർ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നതും ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ ആ വീടിന്റെ കെയർടേക്കറായ ആളോട് അദ്ദേഹത്തിനോട് എല്ലാ കാര്യങ്ങളും വെർണാക്കുലർ ലാംഗ്വേജിൽ, മലയാളത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുമാണ്. ഒന്നും കണ്ടെടുത്തിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.